ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എവിടെ പോയതാ? അത് ആ ശരവണൻ വന്നിരുന്നു. അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. അവനോട് ഇവിടെ വെച്ച് സംസാരിക്കാലോ. ഇത് അച്ഛൻ്റെ കൂടെ ഓഫീസല്ലേ? ഓ, ജീവന്റെ വീഴ്ച പൂർണ്ണമായി എന്ന് ഞാൻ പറയാതെ നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യവും ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. കേട്ടല്ലോ? ഇതെന്റെ കുടുംബത്തിനോട്, കുടുംബനാഥൻ എന്നുള്ള നിലയിൽ എന്റെ കടമയാ. എല്ലാവരും ചിലത് സഹിക്കേണ്ടി വരും. അവനൊടുങ്ങി തീരുന്നതുവരെ. അത് കഴിയുമ്പോ എന്റെ സുജാതയ്ക്ക് എന്നെ മനസ്സിലാവും, എന്റെ നിത്യമോൾക്ക് എന്നെ മനസ്സിലാവും, ഹരിക്ക് എന്നെ മനസ്സിലാവും. അത് മതി. അതുവരെ രഘു ദുഷ്ടനാ, കൊള്ളരുതാത്തവനാ, ചതിയനും സ്വാർത്ഥനുമാ. ഞാൻ കരയാൻ പാടില്ല. ചതിയനായ രഘുവിന് കണ്ണീര് പാടില്ല. സർ, അവന്റെ പുറകെ അച്ഛനും നമ്മളോട് ഇത്ര ക്രൂരത കാണിക്കുമെന്ന് അമ്മ കരുതിയില്ല മോളെ. നിനക്ക് ഹരിയെ ഒന്ന് കാണണമെന്ന് നാണം കെട്ടിട്ടാണെങ്കിലും ഞാൻ ആ മനുഷ്യനോടൊന്ന് പറഞ്ഞു നോക്കാം. നിത്യ ഒരുപാട് വേദനിക്കുന്നുണ്ടമ്മാവ. എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് വീട്ടിലേക്ക് പോയാൽ മതി. ദൂരെ നിന്നായാലും എനിക്ക് അയാളെയും അയാൾക്ക് എന്നെ ഒന്ന് കാണാമല്ലോ. അമ്മാവനോടൊന്ന് വിളിച്ചു പറ, ഹരിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എനിക്കെല്ലാം വിലക്കൊള്ളും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാലോ. അത് വേണ്ട മോളെ, അസുഖമൊക്കെ മാറിയിട്ട് വരട്ടെ. ഞാനും നീയും വേദനിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. കരയാൻ അറിയാത്ത പെണ്ണുങ്ങളല്ല, കരഞ്ഞ് തളർന്ന പെണ്ണുങ്ങളാ നമ്മള്. എടാ, അവര് കരഞ്ഞതിനൊന്നും ഒരു കണക്കുമില്ല. പണ്ടത്തെ ആൾക്കാര് പറയും സാധാരണക്കാരുടെ കണ്ണീരാണ് ദൈവത്തിന്റെ ഭക്ഷണമെന്ന്. അത് ചിലപ്പോ സത്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇല്ലായ്മക്കാരെ ദൈവം ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാവ, നമ്മുടെ കൃഷിയിടങ്ങൾ പിടിച്ചെടുക്കാൻ വരുന്നവരെ നമ്മൾ ഈ സാമ്രാജ്യ ശക്തികൾ എന്നൊക്കെ പറയാറില്ലേ? ആ, പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ കൊള്ളയടിക്കുന്നവരാ ഏറ്റവും വലിയ ക്രൂരന്മാര്. ഇതുപോലെ. അമ്മേ, ഇത്രയും നാള് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു കൂട്ടിന്. ഇപ്പോ അതും കൈവിട്ടു പോയി. എന്റെ ഹരിക്ക് ദൈവം ഒന്നും വരുത്താതിരിക്കട്ടെ. നിത്യയ്ക്കൊന്നും സംഭവിക്കരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. ശരവണന്റെ വരവിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി സാർ. പക്ഷെ എന്താന്ന് ക്ലിയർ ആയില്ല. പ്രശ്നമാണ്. സ്വാമി, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ നിരീക്ഷിക്കണം. ഒരാളും നമ്മൾക്ക് മിത്രങ്ങളല്ല. അതിപ്പോ ശരവണനായാലും അച്ഛനായാലും. സംശയത്തിന്റെ കണ്ണാടി അവർക്ക് നേരെ തിരിച്ചു പിടിക്കുക തന്നെ വേണം. മനസ്സിലായോ സ്വാമിക്ക്? മനസ്സിലായി സാർ. ആ, ശരി ശരി, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ശരി എന്നാ. ഇരിക്കച്ച. അച്ഛൻ എവിടെ പോയതാ? അത് ആ ശരവണൻ വന്നിരുന്നു. അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. അവനോട് ഇവിടെ വെച്ച് സംസാരിക്കാലോ. ഇത് അച്ഛൻ്റെ കൂടെ ഓഫീസല്ലേ? ഓ, അവന് ഈ കരഞ്ഞ് ബഹളം വെക്കുന്നു.
അത് ഇവിടെ വെച്ച് വേണ്ടാന്ന് കരുതി. അവൻ എന്തിനാച്ചാ ബഹളം ഉണ്ടാക്കുന്നത്? എന്താ അവന്റെ പ്രശ്നം? അവനൊരു പാവല്ലേ. ഈ സുജാതയും നിത്യമൊക്കെ അവനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവും. അവനോട് എന്ത് ചോദിക്കാനാച്ചാ? എന്റെ കാര്യങ്ങൾ തന്നെ. എനിക്കെന്താ മാറ്റം? ഞാനെന്തിനാ നിന്റെ കൂടെ നിൽക്കുന്നത്? എന്നിട്ട് അച്ഛൻ എന്താ അവനോട് പറഞ്ഞേ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാനവനെ സമാധാനിപ്പിച്ചു വിട്ടു. അതൊക്കെ പോട്ടെ. അച്ഛാ, ശരവണൻ ഒരു നിർണായക സമയത്ത് നമ്മുടെ കൂടെ നിന്നവനാ. പക്ഷേ അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ അച്ഛാ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവാൻ തയ്യാറുള്ളവനാ ശരവണൻ. അവൻ പണ്ടേ അങ്ങനെയല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ എന്നെ പുറകിലൂടെ വന്നവൻ കൊല്ലാൻ ശ്രമിച്ചത്. കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയാലും വിശ്വസിക്കാൻ പറ്റില്ല അവനെ. എടാ, ഞാനത് പറഞ്ഞല്ലോ. നീ അത് കാര്യമാക്കണ്ട. അവന്റെ കാര്യങ്ങള് ഞാൻ നോക്കിക്കൊള്ളാം. വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവം കാണിച്ച അതിന്റെ ശിക്ഷ മരണമല്ലേ അച്ഛാ? ജീവ, എന്താടാ ഇത്? ദേ, ഏത് നേരവും മരണത്തെക്കുറിച്ചും കൊല്ലുന്നതിനെ കുറിച്ചൊക്കെയാണോ ചിന്തിക്കുന്നത്? നീ അതങ്ങ് വിട്ടേക്ക്. നിനക്കിപ്പം നിന്റേതായ വലിയൊരു ലോകമുണ്ട്. അത് ബിസിനസിന്റേതാ. നിസ്സാര കാര്യങ്ങൾക്കായി മറ്റുള്ളവരുടെ പുറകെ പോയി നീ നിന്റെ ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായോ നിനക്ക്? അത് വിടച്ച എന്റെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള കണക്കുകൂട്ടൽ എനിക്കുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിര് അതാരും ലംഘിക്കാൻ പാടില്ല. ലംഘിച്ച കൊല്ലും ഞാൻ. അത് തന്നെ എന്റെ തീരുമാനം.